എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീനെ കാണാൻ അലീനയുടെ അടുത്തോട്ട് സ്റ്റാൻലി വരുന്നുണ്ട്. എന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ ബാലേന്ദ്രൻ്റെ കൂടെ വന്ന സമയത്ത് ബാലേന്ദ്രനെ എത്ര തവണ അച്ഛ എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു, പക്ഷേ ഇവിടെ വന്നതിന് ശേഷം നീ ഒരിക്കൽ പോലും എന്നെ പപ്പ എന്ന് വിളിച്ചില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അന്നേരം അലീന പറയുന്നുണ്ട്, അച്ഛൻ സ്നേഹം തുറന്ന് കാണിക്കും, ആ ഒരു അടുപ്പം എനിക്ക് അച്ഛനോടുണ്ട്, പക്ഷേ പപ്പ ഇതുവരെ എൻ്റെ അടുത്ത് ആ രീതിയിൽ പെരുമാറിയിട്ടില്ല എന്നൊരു പരിഭവം പറയുന്നുണ്ട്. ഏതായാലും അവർ പരസ്പരം സംസാരിച്ച് അവർക്കിടയിലുള്ള ആ ഗ്യാപ്പ് അങ്ങ് കുറയുവാണ്. രണ്ടുപേരും ഒരു ഷേക്കാനൊക്കെ കൊടുത്ത് അലീന സ്റ്റാൻലി പപ്പ എന്ന് വിളിക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ അവധിക്കുട്ടിച്ചായനെ കാണിക്കുന്നുണ്ട്. അവധിക്കുട്ടിച്ചായൻ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. സ്റ്റാൻലി വിളിച്ച് സ്റ്റാൻലി ഒന്ന് വഴക്ക് പറയുകയൊക്കെ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് നേരിട്ടിങ്ങ് വരുവാട്ടോ, അലീനെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് മാറ്റണം, ആരും അറിയാതെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വരുന്നത്. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, പറ്റില്ല അപ്പച്ച, അത് സാധിക്കില്ല, അങ്ങനെ അവളെ എവിടേക്കെങ്കിലും മാറ്റാനോ ഒളിച്ചു കിടത്താനോ ഒന്നുമല്ല ഞാൻ എൻ്റെ മകളെ എൻ്റെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നേക്കുന്നത്, അതുകൊണ്ട് സാധിക്കില്ല എന്ന് പറയുമ്പം ഉപദേശിക്കുവാണ്. ലാലിച്ച അട്ടയെ പിടിച്ചും മെത്തേ കിടത്തിയിട്ടുണ്ടെങ്കിൽ കിടക്കുകയില്ല, ഇത് നിനക്ക് വലിയ പാരയാകും, നോക്കിക്കോ എന്നൊക്കെ പറയുന്നു. എന്നാലും സ്റ്റാൻലി അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് എനിക്ക് അവളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും അലീനെ അങ്ങോട്ട് വിളിക്കും. അലീനെ അങ്ങ് വന്നു കഴിയുമ്പം സ്റ്റാൻലി പറയും, ഇതാണ് അപ്പച്ചൻ്റെ സൗര്യം കളഞ്ഞ ആൾ എന്ന് പറയുക. ഏതായാലും അലീനെ കാണുന്നത് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ്. എന്നിട്ട് ചിന്നമ്മ എന്നിങ്ങനെ പറയുവാണ്. അതിന് കാരണം സ്റ്റാൻലിയുടെ അമ്മച്ചിയുടെ അതേ രൂപവും ഭാവവും സംസാര രീതിയും ഒക്കെയാണ് അലീനയ്ക്ക്. അതുകൊണ്ടാട്ടോ, ഒരുപാട് കാലം മുമ്പ് മരിച്ചു പോയതല്ലേ, സ്റ്റാൻലിയുടെ വിവാഹത്തിനൊക്കെ മുമ്പ് മരിച്ചു പോയതാണ് സ്റ്റാൻലിയുടെ അമ്മച്ചി. അതുകൊണ്ട് തന്നെ അതേ രൂപത്തിൽ അലീനെ കാണുമ്പോഴത്തേക്കും അപ്പച്ചൻ ഒരുപാട് ഇഷ്ടമാവുകയെ. അവിടുന്ന് ഇറക്കി വിടാൻ വന്ന അപ്പച്ചൻ പിന്നെ അലീനയുടെ കൂടെ കൂടുന്നു. ഇവിടെയല്ല അപ്പച്ചൻ താമസിച്ചുകൊണ്ടിരുന്നത്, അങ്ങ് പുനലൂരാട്ടോ, റോബിച്ചൻ്റെ കൂടെ. അവിടുന്ന് താമസം മാറി ഇങ്ങോട്ട് സ്ഥിരതാമസമാക്കുക വരെ ചെയ്യും കേട്ടോ. പിന്നെ അലീനയായിട്ടാണ് ഭയങ്കര കൂട്ട്. അവിടെ അലീനെ ആര് വഴക്ക് പറയാൻ വന്നാലും അതിനെ എതിർക്കുകയും അലീനയുടെ കൂടെ ഒരു സംരക്ഷണം കൊടുത്ത് നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പച്ചനാണ്. പിന്നെ അപ്പച്ചനും സ്റ്റാൻലിയും അലീനയും കൂടി, സ്റ്റാൻലിക്ക് ഒരു എസ്റ്റേറ്റ് ഉണ്ട്, അത് കാണാൻ പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷത്തിലാണ് 3 പേരും. ഏതായാലും അവർ 3 പേരും കൂടി എസ്റ്റേറ്റൊക്കെ കണ്ടിട്ട് തിരിച്ചു വരുന്നു. അങ്ങനെ അലീനയ്ക്ക് അവിടെ വലിയൊരു കൂട്ടായിട്ട് അപ്പച്ചനെ കിട്ടുവാണ്. ഈ കാര്യങ്ങളെല്ലാം അലീന മനുവിനെ വിളിച്ച് പറയുന്നുണ്ട്. മനുവിനും ഭയങ്കര സന്തോഷം. മനു ചോദിക്കും, അപ്പോൾ നീ അങ്ങേരെ കറക്കി കുപ്പിയിലാക്കിയില്ലേടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അലീനയും ഭയങ്കര സന്തോഷത്തിലാണ്. അലീനയ്ക്ക് ഇത്രയും ദിവസം സംസാരിക്കാനും ഒന്ന് കൂടെ നടക്കാനും ഒന്നും ആരും ഇല്ലായിരുന്നല്ലോ, അതെല്ലാം ആയിട്ട് ഇനി എപ്പോഴും അവധിക്കുട്ടിച്ചായും കൂടെയുണ്ട്. അപ്പോഴും വൈജയന്തി ഇങ്ങ് നെടുമ്പുരിക്കൽ ഒരു അലമ്പ് സെറ്റപ്പ് തന്നെയാട്ടോ. എങ്ങനെയെങ്കിലും അലീന ഉണ്ടാക്കി കൊടുത്ത ആ ഒരു അടുക്കും ചിട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ച് പിള്ളേരെ പുറത്തേക്ക് ചാടിക്കണം. അങ്ങനെയെങ്കിലും പിള്ളേരെ വൈജയന്തിയുടെ സൈഡ് ആകുമെന്നാണ് വൈജയന്തിയുടെ വിചാരം. അങ്ങനെ ഓരോന്ന് പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പം ദേഷ്യം വന്നിട്ട് ബബിത നല്ലത് തിരിച്ചു പറയുന്നുണ്ട്. അന്നേരം വൈജയന്തി പുറകെ ചെല്ലും. എന്നിട്ട് നിൽക്കടി അവിടെ എന്ന് പറഞ്ഞിട്ട് ബബിതയോട് പറയുവാണ്, ആവശ്യമില്ലാത്ത വർത്തമാനം എന്നോട് നടത്തിയിട്ടുണ്ടെങ്കിൽ അടിച്ച് നിൻ്റെ കാരണം പൊട്ടിക്കുമെന്ന്. അങ്ങനെ ബബിതയോട് അലമുണ്ടാക്കുമ്പം സ്വാഭാവികമായിട്ടും ബാലേന്ദ്രൻ കാണുമ്പോൾ ബാലേന്ദ്രൻ ഇടപെടും. അന്നേരം ബാലേന്ദ്രനോടും തട്ടിക്കയറിക്കൊണ്ട് ചെല്ലുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് കയറണമെങ്കിൽ എന്നോട് അനുവാദം ചോദിക്കണം എന്ന്. അന്നേരം ഞാൻ ആരാണ് എന്നിങ്ങനെ വിഷമത്തോട് ചോദിക്കുകയാണ് വൈജയന്തി. അത് ചോദിക്കുമ്പോൾ മുഖത്ത് ഇത്തിരി സങ്കടമൊക്കെ ഉണ്ട്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ എൻ്റെ മനസ്സിലില്ല, പിന്നെ തിരിച്ച് കയറാൻ വേണ്ടി എന്നോട് അനുവാദം ചോദിച്ചിട്ടും ഇല്ല എന്ന്. അത്രയും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങ് കയറി പോകുമ്പോൾ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്ന വൈജയന്തിയും കാണിക്കുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ ഈ ഒരാഴ്ച നല്ല അടിപൊളി എപ്പിസോഡുകളാണ് വരാനിരിക്കുന്നത്.